നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കല്യാൺ സിറോ മലബാർ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. താനെയിലെ കല്യാൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താനെയിലെ കല്യാൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 നടന്ന തിരുക്കർമ്മങ്ങളിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കല്യാൺ രൂപതയെ അതിരൂപതയായും മാർ വാണിയപ്പുരയ്ക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായും ഉയർത്തിക്കൊണ്ടുള്ള കൽപ്പന സഭയുടെ കൂരിയ ചാൻസലർ റവറന്റ് ഡോക്ടർ എബ്രഹാം കാവിൻപുരയിടത്തിൽ വായിച്ചു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വചനസന്ദേശം നൽകി. ബിഷപ്പ് മാർ തോമസ് ഇലവനാൽ, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പുതിയ ആർച്ച് ബിഷപ്പിന്റെ സഹോദരൻ ഫാദർ ജോർജ് വാണിയപ്പുരയ്ക്കലായിരുന്നു ആർച്ച് ഡീക്കൺ. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സ്ഥാനമൊഴിഞ്ഞ ബിഷപ്പ് മാർ തോമസ് ഇലവനാലിന് യാത്രയയപ്പ് നൽകി. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉൾപ്പെടെ കേരളത്തിലും പുറത്തുമുള്ള 35 മെത്രാൻമാർ, വൈദികർ, സമർപ്പിതർ, അൽമായർ തുടങ്ങിയവർ പങ്കെടുത്തു. കല്യാൺ രൂപത വികാരി ജനറൽ ഫാദർ സിറിയ കുമ്പാട്ട്, കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് തരകൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അസൈറ്റ് അക്കാദമി ഓഫ് ചെസ് എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ കേരള ടൂർണമെന്റ് തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്കൂളിൽ നടന്നു. SHO ബിപിൻ ചന്ദ്രൻ ആദ്യ കരുനീക്കി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഉണ്ണിക്കുട്ടൻ KK അധ്യക്ഷത വഹിച്ചു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 250ഓളം മത്സരാർത്ഥികൾ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തു. പ്രായഭേദമന്യേ മത്സരാർത്ഥികൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. 15 വയസ്സിൽ താഴെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡൽ നൽകി. മൊത്തം 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. TM മരങ്ങോലി മെമ്മോറിയൽ ഒന്നാം സമ്മാനം 10,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും മുഹമ്മദ് റിജ നേടി. രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി വെള്ളൂർ പഞ്ചായത്തിലെ ഇറുമ്പയം ഇരിപ്പ്, തോട്ടറപ്പുഞ്ച എന്നീ പാടശേഖരങ്ങൾക്ക് അനുവദിച്ച 95 ലക്ഷം രൂപയുടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കം MLA CK ആശ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിക KN സ്വാഗതം പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ PK, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കൃഷി ഓഫീസർ, വിവിധ പാടശേഖര സമിതി അംഗങ്ങൾ, കുട്ടനാട് പാക്കേജ് സബ് എഞ്ചിനീയർ CK ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കുട്ടനാട് പാക്കേജിലൂടെ തന്നെ ഈ പഞ്ചായത്തിൽ അനുബന്ധമായി എടുത്തു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വൈക്കം നിയോജക മണ്ഡലത്തിൽ തന്നെ ഒട്ടേറെ പ്രവർത്തികൾക്ക് നമുക്ക് തുറന്നു വയ്ക്കാനായിട്ട് കഴിയും. 24-25 സാമ്പത്തിക വർഷം ഏതാണ്ട് 15.5 കോടി രൂപ 39 പ്രവർത്തികൾ, ബഡ്ജറ്റിലൂടെ 11 കോടി രൂപയിലേറെയും നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ ഈ വർഷം ഏതാണ്ട് 405 ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടിയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന 3 പ്രവർത്തികൾക്കായി 95 ലക്ഷം രൂപയുടെ പ്രവർത്തികൾ ഇവിടെ ആരംഭിക്കുന്നു. അപ്പോൾ കാർഷിക മേഖലയെ പ്രത്യേകിച്ച് കുട്ടനാടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി ധാരാളം തുക നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ ക്ഷുദ്ര മേഖലയേക്കാൾ കൂടുതൽ കുട്ടനാടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ വൈക്കം നിയോജകമണ്ഡലത്തിൻ്റെയും കടുത്തുരുത്തിൻ്റെയും ഒക്കെ ഭാഗമായി വരുന്ന മേഖലയിലും നല്ല നിലയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചു. നല്ല ശുദ്ധജല സംരക്ഷണം ഉറപ്പുവരുത്താൻ, അതോടൊപ്പം കാർഷിക അഭിവൃദ്ധിക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ, കൃഷിയുടെ സംരക്ഷണവും നിർവഹണവും നല്ലോണം നിർവഹിക്കാൻ കഴിയത്തക്ക വിധത്തിലാണ് ഇതൊക്കെ പാലിച്ചിട്ടുള്ളത്. എരുമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി ആക്ഷേപം. ഏതാനും മണിക്കൂർ മാത്രം പാർക്ക് ചെയ്ത തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകരുടെ വാനിന് 300 രൂപ ഈടാക്കിയതായി പരാതി. 14 സീറ്റ് വരെയുള്ള വാനിന് 24 മണിക്കൂറിന് 50 രൂപയെ പാർക്കിംഗ് ഫീസ് ഈടാക്കാവൂ എന്നാണ് ദേവസ്വം ബോർഡും കരാറുകാരും തമ്മിലുള്ള ഉടമ്പടി. ദേവസ്വം ബോർഡ് പാർക്കിംഗ് മൈതാനത്ത് ഏതാനും മണിക്കൂർ മാത്രം പാർക്ക് ചെയ്ത തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർ വന്ന വാനിന് ഈടാക്കിയത് 300 രൂപയാണ്. ഈ തുകയുടെ രസീതും നൽകി.
എന്നാൽ ഇത് ഏത് പാർക്കിംഗ് മൈതാനത്തെ രസീതാണെന്ന് വ്യക്തമാക്കാത്ത വിധമുള്ള രസീതാണ് നൽകിയത്. തീർത്ഥാടക വാഹനത്തിലെ ഡ്രൈവർ ഹിന്ദു സംഘടനാ ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം പരാതി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. 14 സീറ്റ് വരെയുള്ള വാനിന് നിലവിൽ 50 രൂപയെ 24 മണിക്കൂറിന് പാർക്കിംഗ് ഫീസ് ഈടാക്കാവൂ എന്നാണ് ദേവസ്വം ബോർഡും കരാറുകാരും തമ്മിലുള്ള ഉടമ്പടി. തീർത്ഥാടക വാഹനങ്ങൾ കൂടുതൽ വന്നതോടെ പുലർച്ചെ അമിത തുക ഈടാക്കുകയായിരുന്നുവെന്നാണ് പരാതി. അടുത്ത തീർത്ഥാടന കാലം മുതൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ളതിന്റെ 6 ഇരട്ടി പണം കരാറുകാർ വാങ്ങിയത്. കഴിഞ്ഞ തീർത്ഥാടന കാലങ്ങളിൽ ഇത്തരത്തിൽ തീർത്ഥാടക വാഹനങ്ങളോട് വൻതുക ഫീസ് ഈടാക്കിയതിനെതിരെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ചൂഷണങ്ങൾക്കിടയിലും തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരെ മർദ്ദിച്ച സംഭവങ്ങളിലും ദേവസ്വം ബോർഡ് കച്ചവടക്കാർക്കും കരാറുകാർക്കും അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നു. ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ശബരിമല കർമ്മസമിതിയും അയ്യപ്പ സേവാ സമാജവും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി. അമ്മയ്ക്ക് പിന്നാലെ മകനും യാത്രയായി. ഇടപ്പാട് വാളിപ്ലാക്കൽ ബേബിച്ചനാണ് അമ്മ മരിച്ചതിന് പിന്നാലെ മരണമടഞ്ഞത്. 67 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം നിര്യാതയായ അമ്മ മേരിക്കുട്ടിയുടെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കാനിരിക്കെയാണ് മകൻ ബേബിച്ചനെ മരണം തേടിയെത്തിയത്. ബേബിച്ചൻ ഭരണങ്ങാനം ഫൊറോന പള്ളിയിൽ കൈക്കാരനായി സേവനം ചെയ്തു വരികയായിരുന്നു. NRAG വർക്കേഴ്സ് യൂണിയൻ വെള്ളൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര BJP സർക്കാരിനെതിരെ പണിയെടുക്കുന്നവരുടെയും സാധാരണ വിഭാഗങ്ങളുടെയും തൊഴിലിടവും ജീവിതമാർഗവുമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായി സ്വീകരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുക, തൊഴിലുറപ്പ് ദിനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അശാസ്ത്രീയ നിയമങ്ങൾ പിൻവലിക്കുക, വേതനം കുടിശ്ശികയില്ലാതെ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വെള്ളൂർ സ്റ്റേറ്റ് ബാങ്കിന് മുൻപിൽ നടന്ന ധർണ NRAG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് ഷിജി സജി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AP ജയൻ, പ്രസിഡന്റ് ജയ അനിൽ, ജില്ലാ കമ്മിറ്റി അംഗം VN ബാബു, AK രജീഷ്, R രോഹിത്, PR രതീഷ്, ലിസി സണ്ണി എന്നിവർ സംസാരിച്ചു. യൂണിയൻ മേഖലാ സെക്രട്ടറി R നികിതകുമാർ സ്വാഗതവും സച്ചിൻ KS നന്ദിയും പറഞ്ഞു. 2024 ജൂൺ മാസം ജൂലൈ മാസം 30-ാം തീയതിയാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടാകുന്നത് വയനാട് ജില്ലയിൽ. പ്രധാനമന്ത്രി വന്നല്ലോ, കണ്ടല്ലോ, കുഞ്ഞുങ്ങളെ കവിളിൽ തട്ടിൽ ആളിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. എന്നാൽ തിരികെ പോയ പ്രധാനമന്ത്രി കവിളിൽ തട്ടിൽ ആളിച്ച കൊച്ചു കുഞ്ഞിന്റെ വിശപ്പടക്കുവാനുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനുള്ള കാശ് പോലും നൽകിയില്ലല്ലോ. ഇതാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് കേരളത്തോടുള്ള സമീപനം. ഇവിടെ ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അതെല്ലാം ഈ മേഖലയെ തകർക്കാനാണ്. ഇവിടെ സൂചിപ്പിച്ചു NMMS കൊണ്ടുവന്നു. ഇപ്പൊ തന്നെ അതിന്റെ ഭാഗമായി പുതിയ നിയമം കൊണ്ടുവരുന്നു. ആധാർ ഓതന്റിഫിക്കേഷൻ ആണ്. നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന പോലെ ഓരോ തൊഴിലാളിയെയും വെള്ള പ്രതലമുള്ള ഭിത്തിയുടെ മുന്നിൽ നിർത്തി കൃഷ്ണമണിയുടെ അടയാളം അടക്കമുള്ള ബയോമെട്രിക്കൽ മാർക്കെല്ലാം രേഖപ്പെടുത്തി എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. തൊഴിൽ ദിനങ്ങൾ 100 നടപ്പാക്കാൻ കഴിയുന്നില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു വർഷം 100 തൊഴിൽ ദിനമല്ല, 200 തൊഴിൽ ദിനം ഉറപ്പാക്കണം. നമ്മൾ അതിന്റെ ഭാഗമായുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. നാളെ കോട്ടയം ജില്ലയിലെ NRAG വർക്കേഴ്സ് യൂണിയന്റെ ഭാരവാഹികളായിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ. ആ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.